ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്വന്തം മക്കളുടെ വഴിപിഴച്ച ജീവിതം കണ്ടുകൊണ്ട് നെഞ്ചുപൊട്ടിക്കരയുന്ന ഒത്തിരി മാതാപിതാക്കന്മാർ ഇന്നത്തെ വചനം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ വഴിതെറ്റിപ്പോയ അനേക ചെറുപ്പക്കാരും ഈ വചനം കേൾക്കുന്നുണ്ടാകും. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത്. അവർ ജനിക്കുമ്പോൾ തന്നെ അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാതാപിതാക്കൾ നെയ്യുവാൻ തുടങ്ങുന്നു. എന്നാൽ പലപ്പോഴും ചീട്ടുകൊട്ടാരം തകർന്ന് തരിപ്പണമായിട്ട് പോകുന്നത് പോലെ മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കന്മാരുടെ പ്രതീക്ഷകൾ തകിടം മറിയുന്നത് കാണും. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടിപ്പോയാൽ ദൈവത്തിൻ്റെ വചനം ശരിയായ മറുപടി നമുക്ക് നൽകുന്നുണ്ട്. നാം ചോദിക്കുന്ന ചോദ്യം അതിനുത്തരം തരുവാൻ ലോകത്തിലെ ആർക്കും ഒരുപക്ഷെ സാധിക്കുന്നില്ല എങ്കിലും ദൈവത്തിന് നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ട് എന്നുള്ളതാണ് സന്തോഷം. സദൃശവാക്യം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത് എന്നാണല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൻ്റെ പ്രബോധനവും അമ്മയുടെ ഉപദേശവും മക്കൾ കേട്ടിരിക്കണം. അത് ശിരസിന് അലങ്കാരമാലയായും കഴുത്തിന് സരപ്പളിയായും എണ്ണണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഓർപ്പിച്ചതിന് ശേഷം, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് നമുക്കവിടെ കാണുന്നു. ഭക്തന്മാരായ മനുഷ്യരുടെ മക്കൾ പോലും ദുഷ്പ്രവർത്തിക്കാരുടെ കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോകുന്നു. കൊള്ളസംഘത്തിലും അക്രമത്തിലേക്കും അതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ സംഘത്തിലേക്കും ഒക്കെ വഴുതിപ്പോയ ഭക്തന്മാരുടെ ഒത്തിരി മക്കളുണ്ട്. ശരിയായ കൂട്ടുകെട്ടുകൾ അല്ല നമ്മുടെ മക്കൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൂട്ടുകൂടിയവർ ദൈവവഴി വിട്ട് നടക്കുന്നവരാണെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ പിന്നത്തേതിൽ അവരനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പ്രധാന പാഠം എന്ന് പറയുന്നത്. കോപശീലനോട് സഖിത്വം അരുത്, ക്രോധമുള്ള മനുഷ്യൻ്റെ കൂടെ നടക്കരുത്, നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിൻ്റെ പ്രാണൻ കെണിയിൽ അകപ്പെടുവാനും സംഗതി വരരുത്. സദൃശവാക്യത്തിൽ 22-ാം അധ്യായം 24 മുതൽ ഉള്ള വാക്യങ്ങളിലാണ് നാം ഇത് കാണുന്നത്. ആരോട് ചേർന്ന് നടക്കണം, ആരോട് കൂടെ നാം കൂടുതൽ സമയം ചെലവഴിക്കണം. ദൈവവചനം അനുസരിക്കാത്ത കോപശീലനായ, മദ്യപാനിയായ, വെറിക്കൂത്തുകാരനായ, പാപം ചെയ്യുന്നതിൽ ഭയമില്ലാത്ത വ്യക്തികളുമായിട്ട് കൂട്ടുകൂടി നടന്നാൽ നീ അവൻ്റെ വഴികളെ പഠിപ്പാനും നിൻ്റെ പ്രാണൻ കെണിയിൽ അകപ്പെടുവാനും സംഗതി വരും എന്നുള്ള മുന്നറിയിപ്പ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. പൗലോസും പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 15:33, വഞ്ചിക്കപ്പെടരുത്, ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. തെറ്റായ കൂട്ടുകാരുണ്ടാകുന്നത് ദൈവമക്കളെ സംബന്ധിച്ച് വളരെ അപകടകരമാണ്. നിരീശ്വരവാദികൾ, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നവർ, അങ്ങനെ ധാരാളം മനുഷ്യരാണ് നമുക്ക് ചുറ്റിലും ഉള്ളത്. പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. ഇന്ന് പല കുടുംബങ്ങളും കണ്ണുനീരിൻ്റെ കയത്തിൽ കിടക്കുന്നതിൻ്റെ കാരണം ചില വശീകരണ ശക്തിക്കകത്ത് കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോയതുകൊണ്ടാണ്. ഭക്ഷണം കൊടുത്തും മധുരപലഹാരങ്ങൾ കൊടുത്തും സമ്മാനങ്ങൾ കൊടുത്തും അങ്ങനെ പല നിലകളിൽ വശീകരിക്കുന്ന ഒരു ലോകമാണ്. വാക്ചാതുര്യം നിമിത്തം പലരും വശീകരിക്കപ്പെട്ടു പോകാറുണ്ട്. ഇവിടെ വശീകരിക്കുന്നത് പാപികളായ മനുഷ്യരാണ്.
നല്ല വരുമാനം കിട്ടും എന്ന് പറഞ്ഞാണ് വശീകരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നു, ഞങ്ങളോട് കൂടെ വരിക, നിർദോഷിയെ കാരണം കൂടാതെ പിടിക്കുവാൻ ഒളിച്ചിരിക്കുക, നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം, നിനക്കും ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും, നമുക്കെല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ നൽകി പെട്ടെന്ന് പണക്കാരനാകാൻ, ധനികനാകാൻ പല വാക്കുകൾ പറഞ്ഞ് പ്രേരിപ്പിച്ച് വശീകരിച്ചാൽ, മകനെ നീ അവരുടെ വഴിക്ക് പോകരുത്, നിന്റെ കാൽ അവരുടെ പാതയിൽ വയ്ക്കരുത്, അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു, രക്തം ചൊരിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു, അവർ സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു, ദുരാഗ്രഹികളായ എവരുടെയും വഴികൾ അങ്ങനെ തന്നെ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ദുരാഗ്രഹികളായ മനുഷ്യർ, ദ്രവ്യാഗ്രഹികളായ മനുഷ്യർ, അങ്ങനെയുള്ള ആളുകൾ വശീകരിക്കുമ്പോൾ വഴിപ്പെട്ടു പോകരുത്. ദൈവവചനത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാ വശീകരണ ശക്തികളെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ജയിക്കണം. അത് തിരിച്ചറിഞ്ഞ് ആരോട് കൂട്ടുകൂടണം, ആരെ കൂട്ടുകാരായിട്ട് തിരഞ്ഞെടുക്കണം, ആരുടെ വാക്ക് കേൾക്കണം എന്നൊക്കെ തീരുമാനമെടുക്കണം. അതിനുള്ള ദൈവകൃപ എല്ലാവർക്കും കർത്താവ് നൽകട്ടെ. കർത്താവേ, ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ആലോചനയാൽ വചനം കേൾക്കുന്ന എല്ലാവരെയും നടത്തണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ